ഇക്കയും മോനും കൂടി വിളിക്കാൻ വന്നപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ, നമുക്ക് ഇങ്ങനെ പോയിട്ട് അങ്ങനെ വന്നാലോ എന്ന്. പിന്നെ വന്നാൽ ഞങ്ങൾ നേരെ മലമ്പുഴയിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എത്ര കണ്ടാലും വന്നാലും മതിയാവാത്തൊരു സ്പോട്ട് എന്ന് പറയുന്നത് മലമ്പുഴ തന്നെയാണ് കേട്ടോ. വെള്ളം ഒട്ടും പറ്റിയിട്ടില്ല. കണ്ണെത്താ ദൂരത്ത് എന്താ പറയുക, കണ്ണെത്താ ദൂരത്ത് അങ്ങനെ നോക്കത്താ ദൂരത്ത് കണ്ണെന്നിട്ടില്ലേ, തെറ്റിപ്പോയി. വെള്ളമാണ് മൊത്തത്തിൽ. വെള്ളം വറ്റിയെന്നുണ്ട് നമ്മൾ കരുതിയത്. ഇടയിലൊക്കെ കുറച്ച് ഗ്യാപ്പ് കാണുന്നുണ്ട്. അവിടെയൊക്കെ വണ്ടികൾ ഇറക്കിയിട്ട് ടൂറിസ്റ്റുകൾ നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ മലമ്പുഴൻ്റെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. പഴംപൊരിയും ബീഫും കഴിക്കാമെന്ന് വിചാരിച്ചു. പലതവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ പഴംപൊരിയും ബീഫും ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. നല്ലൊരു ആംബിയൻസിൽ ഡാമൊക്കെ കണ്ട് ആസ്വദിച്ച് ഈ വെള്ളത്തിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് നമുക്ക് പഴംപൊരിയും ബീഫൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പൊങ്കലൊക്കെ ആയതുകൊണ്ട് ലീവായിരുന്നല്ലോ, അതുകൊണ്ട് തമിഴ്നാട് ഗസ്റ്റാണ് തോന്നുന്നു കൂടുതൽ. അങ്ങനെ നമ്മളിതാ പഴംപൊരിയും ബീഫൊക്കെ വാങ്ങി ഇവിടെ ഇരുന്ന് ഇനി കഴിക്കാൻ പോവുകയാണ്. ഞാൻ ഇതിന് മുമ്പ് വീട്ടിലുണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കേട്ടോ, പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല. നല്ലൊരു ആംബിയൻസാണ്, നമുക്ക് നല്ല കാറ്റും ഈ ഒരു എന്താ പറയുക ഡാമിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് ഇങ്ങനെ കഴിക്കുക. അങ്ങനെ അവർ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റസ്ലുവിനോട് എങ്ങനെ ഉണ്ടെന്ന് നോക്കി പറയടാന്ന് പറഞ്ഞിട്ടേ അമ്മ കഴിക്കണ തിരക്കിലാണ്. പിന്നെ ഞാനിതാ വാങ്ങി. നല്ല ചൂടുണ്ട് കേട്ടോ. ചൂട്ടോടെ അവർ ഉണ്ടാക്കിയത് നമുക്ക് തന്നതാണ്. ബീഫ് അവർ നമ്മൾ പറയുമ്പോൾ ആവശ്യത്തിനടുത്ത് മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കി തരികയാണ്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ പഴംപൊരിയും ബീഫൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബി ടാറ്റാ.